ലെബനനിലെ ഇറാൻ ഭീകരനെ തീർത്ത ഇസ്രായേലിന്റെ മുന്നേറ്റം. തെക്കൻ ലെബനനിലെ ഖുദ് ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട കമാൻഡറെയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം വധിച്ചത്. ഖുദ് ഫോഴ്സ് എന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന ഇറാന്റെ സർവ സൈന്യത്തിന്റെ ഒരു വലങ്കയായിട്ടുള്ള മറ്റൊരു സൈനിക സംവിധാനമാണ്. ഇറാന് പുറത്തുള്ള പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകളായ ഹിസ്ബുള്ള, ഹമാസ്, ഹൂതികൾ, സിറിയയിലെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ തുടങ്ങിയവർക്കെല്ലാം തന്നെ ട്രെയിനിങ്ങുകളും ആയുധ വിതരണവും മറ്റ് സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക സൈനിക വിഭാഗമാണ് ഖുദ് ഫോഴ്സ്. ആ ഖുദ് ഫോഴ്സിന്റെ നിയന്ത്രണം ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിനാണ്. ഖുദ് ഫോഴ്സ് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഇറാന്റെ ഒരു സമാന്തര സൈനിക സംവിധാനമാണ്. ആ സമാന്തര സൈനിക സംവിധാനത്തിന്റെ കമാൻഡർ ഹുസൈൻ അൽ ജവാരിയാണ് കഴിഞ്ഞ ദിവസം ലെബനനിലിട്ട് ഇസ്രായേൽ സേന വധിച്ചത്. ഹുസൈൻ അൽ ജവാരി ഖുദ് ഫോഴ്സിന്റെ പ്രാദേശിക കമാൻഡർ തലവനാണ്. ഖുദ് ഫോഴ്സിന്റെ തെക്കൻ ലെബനനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഹുസൈൻ അൽ ജവാരിയാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇസ്രായേൽ തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം നടത്തിയിരുന്നു. 3 ഹിസ്ബുള്ള ഭീകരന്മാരെ വധിക്കുകയും ചെയ്തിരുന്നു. അതിൽ ഒരാൾ ലെബനൻ സൈന്യത്തിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിൽ പങ്കുചേർന്ന് പ്രവർത്തിച്ചു വരികയായിരുന്നു എന്ന വിവരമാണ് പുറത്തു വന്നത്. മറ്റൊരാളും ലെബനീസ് സൈന്യത്തോട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇവർ രണ്ടുപേരും അടക്കം 3 ഹിസ്ബുള്ള ഭീകരന്മാരെയാണ് 2 ദിവസം മുമ്പ് നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ സേന വധിച്ചത്. ഈ 3 ഹിസ്ബുള്ള ഭീകരന്മാരും ഒരു കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു എന്നും ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഷിൻബറ്റിന്റെയും മൊസാദിന്റെയും ചാരന്മാർ വിവരം കൃത്യമായി തന്നെ IDF-നെ അറിയിക്കുന്നു. തുടർന്ന് IDF കനത്തൊരു വ്യോമാക്രമണത്തിലൂടെ ഈ കാറിനെ നിശേഷം തകർത്ത് തരിപ്പണമാക്കുകയാണ് ചെയ്യുന്നത്. ഈ ആക്രമണത്തിൽ കാറ് പൊട്ടിച്ചിതറി, കാറ് തുണ്ടമായി കഷ്ണമായി മാറി എന്നാണ് ദൃക്സാക്ഷികൾ തന്നെ പറയുന്നത്. ഈ ആക്രമണത്തിൽ 3 കൊടും ഭീകരരും തൽക്ഷണം കൊല്ലപ്പെട്ടു എന്നാണ് IDF നൽകുന്ന വിവരം. ലെബനനിലെ പ്രാദേശിക മാധ്യമങ്ങളും ഈ ആക്രമണത്തെ സ്ഥിരീകരിച്ച് വാർത്തകൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു വാർത്ത ലെബനനിൽ നിന്ന് വരുന്നു. ഒരു ഇറാന്റെ സൈനിക ഉദ്യോഗസ്ഥനെ തന്നെ ഖുദ് ഫോഴ്സിലെ ഒരു പ്രധാനപ്പെട്ട കമാൻഡർ തന്നെ ലെബനനിലിട്ട് ഇസ്രായേലി സേന വധിച്ചിരിക്കുന്നു. IRCGയുടെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ സമാന്തര സൈനിക വിഭാഗമായ ഖുദ് ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു കമാൻഡറാണ് ഹുസൈൻ അൽ ജവാരി. ആ ഹുസൈൻ അൽ ജവാരിയാണ് ഇസ്രായേലി സേന വധിച്ചിരിക്കുന്നത്. ഹുസൈൻ അൽ ജവാരി ഒളിവിൽ കഴിയുന്ന കെട്ടിടത്തിന് നേരെ ഇസ്രായേലിന്റെ അതിരൂക്ഷമായിട്ടുള്ള വ്യോമാക്രമണം ഉണ്ടാവുകയായിരുന്നു. ഹുസൈൻ അൽ ജവാരി കൊല്ലപ്പെട്ടു എന്ന് ലെബനീസ് മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഖുദ് ഫോഴ്സിന്റെ തെക്കൻ ലെബനനിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ജവാരിയാണ്. ഖുദ് ഫോഴ്സ് ആണ് പ്രധാനമായും ഹിസ്ബുള്ളയ്ക്കും ഹൂതികൾക്കും ഹമാസിനും സിറിയയിലെ മറ്റ് ഇസ്ലാമിക ഭീകരവാദികൾക്കും ഒക്കെ തന്നെ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. ഇവർക്ക് ആയുധങ്ങൾക്ക് ആവശ്യമായ പരിശീലനം നൽകുന്നത്. കൂടാതെ ഈ തീവ്രവാദ സംഘടനകളെയൊക്കെ തന്നെ പരസ്പരം കോർഡിനേറ്റ് ചെയ്യുന്നത് ഒക്കെ തന്നെ ഈ ഖുദ് ഫോഴ്സ് ആണ്. ആ ഖുദ് ഫോഴ്സ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഒരു സഹോദര സ്ഥാപനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സായുധ സംഘടനയാണ്. ആ സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു കമാൻഡറെയാണ് ഇപ്പോൾ ഇസ്രായേലി സേന വധിച്ചിരിക്കുന്നത്. ലെബനനിൽ ഹിസ്ബുള്ളയുടെ പതനം അധികം വൈകില്ല എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് മറ്റൊരു വലിയ നഷ്ടം കൂടി വരുത്തിയിരിക്കുകയാണ് ഇസ്രായേലി സേന. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഫണ്ടറും അല്ലെങ്കിൽ അതുപോലെ തന്നെ ആയുധ ഡീലറുമായിട്ടുള്ള ഖുദ് ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു കമാൻഡറെ വധിച്ചിരിക്കുന്നു. ഹുസൈൻ അൽ ജവാരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കമാൻഡറെയാണ് ഇസ്രായേലി സേന ഇപ്പോൾ വധിച്ചിരിക്കുന്നത്. ജവാരിയുടെ വധത്തോടു കൂടി തന്നെ ഖുദ് ഫോഴ്സിനെ താറുമാറാക്കാൻ ഇസ്രായേലി സേനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. തെക്കൻ ലെബനൻ കേന്ദ്രീകരിച്ച് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാനുള്ള പരിശ്രമത്തിലാണ് ഹിസ്ബുള്ള. ഇതിന് ആവശ്യമായ ആയുധങ്ങളും അതുപോലെ തന്നെ സാമ്പത്തികവും നൽകുന്നത് ഇറാനാണ് എന്നുള്ളത് ഏവർക്കും അറിയാം. ഇറാൻ ഒളിവിൽ കടത്തി നൽകുന്ന ആയുധങ്ങൾ പരമാവധി ശേഖരിച്ചു വെച്ച് ഇസ്രായേലിനെതിരെ വീണ്ടും ഒരു ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ള ആരംഭിച്ചതായുള്ള സൂചനകൾ നേരത്തെ ഇസ്രായേലിന് ലഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലി സേന നിരന്തരമായ ആക്രമണം നടത്തിയിരിക്കുന്നത്. ആ ആക്രമണത്തിനൊടുവിലാണ് ഇപ്പോൾ
ആ ആക്രമണത്തിനൊടുവിലാണ് ഇപ്പോൾ ഇറാന്റെ ഒരു പ്രധാനപ്പെട്ട സൈനിക മേധാവിയെ തന്നെ ഇസ്രായേൽ സേന വധിച്ചിരിക്കുന്നത്. ഖുദ് ഫോഴ്സിന്റെ തലവനെ തീർത്തിരിക്കുന്നു. തെക്കൻ ലെബനനിലെ ഖുദ് ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട കമാൻഡറെ തീർത്തിരിക്കുന്നു. ഇത് ഹിസ്ബുള്ളയ്ക്ക് മാത്രമല്ല ഇറാനും നൽകിയ ഒരു വലിയ തിരിച്ചടിയാണ് എന്നാണ് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. ലെബനൻ സൈന്യത്തിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിൽ പങ്കുചേർന്ന് പ്രവർത്തിച്ചു വരികയായിരുന്നു എന്ന വിവരമാണ് പുറത്തു വന്നത്. മറ്റൊരാളും ലെബനീസ് സൈന്യത്തോട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇവർ രണ്ടുപേരും അടക്കം 3 ഹിസ്ബുള്ള ഭീകരന്മാരെയാണ് 2 ദിവസം മുമ്പ് നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ സേന വധിച്ചത്. ഈ 3 ഹിസ്ബുള്ള ഭീകരന്മാരും ഒരു കാറിൽ യാത്ര ചെയ്യുകയായിരുന്നുവെന്നും ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഷിൻബറ്റിന്റെയും മൊസാദിന്റെയും ചാരന്മാർ വിവരം കൃത്യമായി തന്നെ IDF-നെ അറിയിക്കുന്നു. തുടർന്ന് IDF കനത്തൊരു വ്യോമാക്രമണത്തിലൂടെ ഈ കാറിനെ നിശേഷം തകർത്ത് തരിപ്പണമാക്കുകയാണ് ചെയ്യുന്നത്. ഈ ആക്രമണത്തിൽ കാറ് പൊട്ടിച്ചിതറി, കാറ് തുണ്ടമായി കഷ്ണമായി മാറി എന്നാണ് ദൃക്സാക്ഷികൾ തന്നെ പറയുന്നത്. ഈ ആക്രമണത്തിൽ 3 കൊടും ഭീകരരും തൽക്ഷണം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് IDF നൽകുന്ന വിവരം. ലെബനനിലെ പ്രാദേശിക മാധ്യമങ്ങളും ഈ ആക്രമണത്തെ സ്ഥിരീകരിച്ച് വാർത്തകൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു വാർത്ത ലെബനനിൽ നിന്ന് വരുന്നു. ഗാസയിൽ ഹമാസിനെതിരെയുള്ള ആക്രമണങ്ങൾ നടത്തുന്നതിനൊപ്പം തന്നെ ഹിസ്ബുള്ളയ്ക്കെതിരെ ലെബനനിലും ആക്രമണങ്ങൾ ഓരോ മണിക്കൂറുകളിലും കടുപ്പിക്കുകയാണ് ഇസ്രായേലി സേന. തെക്കൻ ലെബനനിൽ ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ കടുപ്പിക്കാൻ വേണ്ടി ഒരു പുനരുജ്ജീവനത്തിന്റെ പാതയിലാണ് ഹിസ്ബുള്ള ഇറാനിൽ നിന്ന് സിറിയയിൽ നിന്നൊക്കെ ആയുധങ്ങൾ കടത്തി വീണ്ടും തെക്കൻ ലെബനന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും തങ്ങളുടെ അധീനതയിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ വീണ്ടും അതിശക്തമായ ആക്രമണങ്ങൾ നിരന്തരമായി ഇസ്രായേൽ സേന നടത്തുന്നത്. നമുക്കറിയാം 2024 നവംബറിൽ പ്രാബല്യത്തിൽ വന്നതാണ് ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിലുള്ള വെടിനിർത്തൽ കരാർ. ആ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ 1900 തവണ ആ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ സേന ലംഘിച്ചു എന്നാണ് ഹിസ്ബുള്ള ഇപ്പോൾ അവകാശപ്പെടുന്നത്. അതേസമയം ഹിസ്ബുള്ളയുടെ ഈ അവകാശവാദം ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല. ഓരോ തവണ ആക്രമണം നടത്തുമ്പോഴും അതിനുള്ളൊരു കാരണമുണ്ട്. ആ കാരണം ഹിസ്ബുള്ള തന്നെയാണ്. ഇസ്രായേലിന് നേരെ ഏതെങ്കിലും പ്രകോപനം ഉണ്ടാക്കാനുള്ള തീരുമാനമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകോപനം ഉണ്ടാകുമെന്നുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇസ്രായേലി സേന തിരിച്ചടിക്കുന്നതെന്നും അല്ലാതെ ഏകപക്ഷീയമായ ഒരു ആക്രമണമല്ല ഇസ്രായേൽ നടത്തുന്നതെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നു. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസത്തിനിടയിൽ ഒക്ടോബർ മാസം 10-ന് പിന്നാലെ വമ്പൻ ആക്രമണമാണ് ലെബനനിലെ വിവിധ മേഖലകളിലേക്ക് ഇസ്രായേൽ സേന നടത്തുന്നത്. ഈ ഒക്ടോബർ 10-ന് ശേഷം ഇതുവരെ ഏകദേശം 50ഓളം ഹിസ്ബുള്ള ഭീകരന്മാരെ ഇസ്രായേലി സേന ആക്രമിച്ച് വധിച്ചു എന്നതാണ് പുറത്തുവരുന്ന ഏറ്റവും സുപ്രധാനമായ കണക്കുകൾ.